അപ്പൊ നമുക്ക് കുറച്ച് കറണ്ട് അഫയേഴ്സ് വളരെ കുറച്ച് സമയം കൊണ്ട് പഠിച്ചാലോ? ഇനി വരുന്ന പരീക്ഷകളിൽ വരാൻ സാധ്യതയുള്ളതും ഇപ്പോൾ പരീക്ഷയ്ക്ക് ചോദിച്ചതുമായ കുറച്ച് കറണ്ട് അഫയേഴ്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ തീർച്ചയായും ഈ കറണ്ട് അഫയേഴ്സ് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഒന്നാം ചോദ്യം ഇതാണ്, 2025 ഒളിമ്പിക്സ് ഇ സ്പോർട്സിന് ആതിഥ്യം വഹിച്ച രാജ്യം ഏതാണ്? 2025 ഒളിമ്പിക്സ് ഇ സ്പോർട് ഗെയിംസിന് ആതിഥ്യം വഹിച്ച രാജ്യം ഏതാണ്? റിയാദിലെ സൗദി അറേബ്യ. ഇനി പുനർഗേഹം പദ്ധതിയുടെ ഗുണഭോക്താക്കൾ ആരെല്ലാമാണ്? പുനർഗേഹം പദ്ധതിയുടെ ഗുണഭോക്താക്കൾ മത്സ്യത്തൊഴിലാളി കുടുംബങ്ങളാണ്. വനിതകൾക്കായിട്ടുള്ള സുഭദ്ര യോജന പദ്ധതി ആരംഭിച്ച സംസ്ഥാനം ഏതാണ്? വനിതകൾക്കായിട്ടുള്ള സുഭദ്ര യോജന പദ്ധതി ആരംഭിച്ച സംസ്ഥാനം ഒഡീഷയാണ്. ഇനി അടുത്ത നോക്കൂ, 2023 രസതന്ത്രത്തിന് നൊബേൽ പുരസ്കാരം ലഭിച്ചത് എന്തിന്റെ കണ്ടുപിടുത്തത്തിനാണ്? 2023 രസതന്ത്രത്തിന് നൊബേൽ പുരസ്കാരം ലഭിച്ചത് എന്തിന്റെ കണ്ടുപിടുത്തത്തിനാണ്? ഉത്തരം ക്വാണ്ടം ഡോട്ട്സ്. ഈ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം രാജ്യത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സമർപ്പിച്ചത് എന്നാണ്? 2025 മെയ് 2-നാണ്. ഇനി നോക്കാം, കേരളത്തിലെ ആദ്യത്തെ അഡ്വഞ്ചറസ് അക്കാഡമിയും പാർക്കും നിലവിൽ എവിടെ? കേരളത്തിലെ ആദ്യത്തെ അഡ്വഞ്ചറസ് ടൂറിസം അക്കാഡമിയും പാർക്കും നിലവിൽ. കേരളത്തിലെ ആദ്യത്തെ അഡ്വഞ്ചറസ് ടൂറിസ്റ്റ് അക്കാഡമിയും പാർക്കും നിലവിൽ എവിടെയാണ്? ശാസ്താംപാറ, തിരുവനന്തപുരം. ഒന്നുകൂടെ ആവർത്തിക്കാം, കേരളത്തിലെ ആദ്യത്തെ അഡ്വഞ്ചറസ് ടൂറിസ്റ്റ് അക്കാഡമിയും പാർക്കും നിലവിൽ എവിടെയാണ്? ശാസ്താംപാറ, തിരുവനന്തപുരം. ഇനി കേരളത്തിലെ ഏറ്റവും വലിയ മത്സ്യബന്ധന തുറമുഖം ഇൻഡോ നോർവീജിയൻ പ്രോജക്റ്റ് എന്നറിയപ്പെടുന്ന തുറമുഖം ഏതാണ്? നീണ്ടകരയിൽ, കൊല്ലത്തെ നീണ്ടകര തുറമുഖമാണ്. അടുത്ത നോക്കാം, 2024 മാതൃഭൂമി സാഹിത്യ പുരസ്കാരം ലഭിച്ച ആർക്കാണ്? സാറ ജോസഫിനാണ്. 2024 മാതൃഭൂമി സാഹിത്യ പുരസ്കാരം ലഭിക്കുന്നത് സാറ ജോസഫിനാണ്. അപ്പൊ ഇത്രയും പോയിന്റ്സ് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കി വെക്കുക. ഇത് ഇനി വരുന്ന പരീക്ഷകളും ആവർത്തിക്കാം.